നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ അതിനകത്ത് മോഡ്യൂൾ 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഐഡിയൽ ഡയോഡ് ഇക്വേഷൻ ആൻഡ് സ്റ്റേറ്റ് ദ അസംഷൻസ് യൂസ്ഡ്. 9 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. സോ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഐഡിയൽ ഡയോഡ് ഇക്വേഷൻ. സോ ഇത് നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തതാണ്. ഐഡിയൽ ഡയോഡ് ഇക്വേഷൻ I is equal to I0 e raised to QV by KT minus 1. So this equation is ideal diode equation. നമ്മളിത് ലെക്ചർ 20യിൽ ഡിസ്കസ് ചെയ്തതാണ്, ഡിറൈവ് ചെയ്തതാണ് ഇക്വേഷൻ, ഐഡിയൽ ഡയോഡ് ഇക്വേഷൻ. I0 is the reverse saturation current, V is the applied voltage. V forward bias voltage ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് I is equal to I0 e raised to QV by KT. നമ്മൾ അങ്ങനെ ഒരു ഇക്വേഷൻ ഫോർവേഡ് ബയാസിലും റിവേഴ്സ് ബയാസ് കണ്ടീഷനിലും I is equal to minus I0 എന്നും നമ്മൾ പഠിച്ചു. വെൻ V is നെഗറ്റീവ്, V can be പോസിറ്റീവ് ഓർ നെഗറ്റീവ്. V പോസിറ്റീവ് ആവുന്ന കേസാണ് ഫോർവേഡ് ബയാസ്, V നെഗറ്റീവ് ആവുന്നത് റിവേഴ്സ് ബയാസ്. സോ ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ഐഡിയൽ ഡയോഡ് ഇക്വേഷൻ. അതിനകത്ത് I0 എന്ന് പറയുന്നത് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ആണ്. അതിൻ്റെ വാല്യൂ നമ്മൾ പഠിച്ചതാണ്. Q ഇൻറ്റു A ഇൻറ്റു ഡി പി ബൈ എൽ പി ഇൻറ്റു പി എൻ പ്ലസ് DN ബൈ LN ഇൻറ്റു NP. സോ ആ വാല്യൂ നമ്മൾ ആ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടിൻ്റെ വാല്യൂവും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഈ ഒരു ഡെറിവേഷൻ നമ്മൾ ലെക്ചർ 20യിൽ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒന്നും കൂടെ അത് ക്ലിയർ ആക്കാം. ദെൻ ഇതിൻ്റെ കൂടെ ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ദ അസംഷൻസ് യൂസ്ഡ്. സോ നമ്മൾ ആ അസംഷൻസ് അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മളത് പറഞ്ഞത്, ഡെറിവേഷൻ്റെ കൂടെ തന്നെ. നമുക്കത് വേണമെങ്കിൽ സെപ്പറേറ്റ് പഠിക്കാം. അസംഷൻസ് എന്ന് പറയുമ്പം കുറേ അസംഷൻസ് വരുന്നുണ്ട്. ദ ഡയോഡ് ഈസ് ഇൻ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ. നമ്മൾ ഈ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിലാണ് ആ ഒരു അനാലിസിസ് ചെയ്തത്, സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ. ദെൻ ആൻഡ് ഓൾസോ ദ ഡയോഡ് ഈസ് അസ്യൂം ടു ബി എ ലോങ് ഡയോഡ്. സോ നമ്മൾ ഡയോഡ് എന്ന് പറയുന്നത് ഒരു ലോങ് ഡയോഡായിട്ടാണ് അസ്യൂം ചെയ്തേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ലെങ്ത് ഓഫ് ന്യൂട്രൽ റീജിയൻസ് ഓൺ ദ എൻ സൈഡ് ആൻഡ് പി സൈഡ് ആർ ലാർജ് കമ്പയർഡ് ടു ദ മൈനോറിറ്റി കാരിയർ ഡിഫ്യൂഷൻ ലെങ്ത്. സോ നമ്മൾ ഡിഫ്യൂഷൻ ലെങ്ത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സോ ഡിഫ്യൂഷൻ ലെങ്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ന്യൂട്രൽ എൻ പി റീജിയൻസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലാർജ് ആണ്. സോ ഡിഫ്യൂഷൻ ലെങ്ത് LN, അതുപോലെ തന്നെ LP, ഡിഫ്യൂഷൻ ലെങ്ത് ഓഫ് ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ് നമ്മൾ പഠിച്ചതാണ്. ദെൻ അതുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ലോങ് ഡയോഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നത്. സോ ദ ഡയോഡ് ഈസ് അസ്യൂം ടു ബി എ ലോങ് ഡയോഡ്. ദെൻ കണ്ടീഷൻ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിപ്ലീഷൻ റീജിയൻ ഈസ് കംപ്ലീറ്റ്ലി ഡിപ്ലീറ്റഡ് ഓഫ് മൊബൈൽ ചാർജ് കാരിയേഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്ലീഷൻ റീജിയൻ നമുക്കറിയാം, ഡിപ്ലീഷൻ റീജിയനിൽ ഡോണർ അയോൺസ് അല്ലെങ്കിൽ അക്സെപ്റ്റർ അയോൺസ് ആയിരിക്കും ആ റീജിയനിലുള്ളത്. ദാറ്റ് റീജിയൻ ഈസ് കംപ്ലീറ്റ്ലി ഡിപ്ലീറ്റഡ് ഓഫ് മൊബൈൽ ചാർജ് കാരിയേഴ്സ്. അതൊരു അസംഷനാണ്. മൊബൈൽ ചാർജ് കാരിയേഴ്സ്, ഇലക്ട്രോൺസ്, ഹോൾസ് അവിടെ ഡിപ്ലീഷൻ റീജിയനിൽ ഉണ്ടാവില്ല എന്നൊരു അസംഷനിലാണ് നമ്മൾ ഡെറിവേഷൻസ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ വിൽ നോട്ട് ബി എനി ചാർജ് കാരിയേഴ്സ്, നോ ചാർജ് കാരിയേഴ്സ്. നോ ചാർജ് കാരിയേഴ്സ് മീൻസ് മൂവിങ് ചാർജ് കാരിയേഴ്സ്. സോ ഈ മൂവിങ് ചാർജ് കാരിയേഴ്സ് ഡിപ്ലീഷൻ റീജിയനിൽ എക്സിസ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെ ഒരു അസംഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഓൾസോ ദ PN ജംഗ്ഷൻ ഈസ് അബ്രപ്റ്റ്. സോ ആ ഒരു ടേം ന്യൂ ടേം ആയിരിക്കാം നിങ്ങൾക്ക്. അബ്രപ്റ്റ് മീൻസ് നമ്മളതിനെ സ്റ്റെപ്പ് ജംഗ്ഷൻ എന്നൊക്കെ പറയും, അബ്രപ്റ്റ് ജംഗ്ഷൻ. സോ അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നോക്കുവാണെങ്കിൽ, ഡോപ്പിംഗ് ഡിസ്ട്രിബ്യൂഷൻ നോക്കുവാണെങ്കിൽ ഇങ്ങനൊരു ലീനിയർലി ഗ്രേഡഡ് ജംഗ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റെപ്പ് ജംഗ്ഷൻ ഉണ്ട്. ഇത് ലീനിയർലി ഗ്രേഡഡ്, ഇത് സ്റ്റെപ്പ് ജംഗ്ഷൻ. സോ അങ്ങനെ നമുക്ക് PN ജംഗ്ഷനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ദിസ് ഈസ് ലീനിയർലി ഗ്രേഡഡ് ജംഗ്ഷൻ ആൻഡ് ദിസ് ഈസ് സ്റ്റെപ്പ് ജംഗ്ഷൻ. സ്റ്റെപ്പ് ജംഗ്ഷൻ മീൻസ് അപ്പം നമ്മൾ പിയിലും എന്നിലും ഡോപ്പ് ചെയ്യുന്നത് യൂണിഫോം ആയിട്ടാണെങ്കിൽ, സോ P റീജിയനിലെയും N റീജിയനിലെയും, സോ ദിസ് ഈസ് N റീജിയൻ ആൻഡ് ദിസ് ഈസ് P റീജിയൻ. സോ ഈ രണ്ട് റീജിയനിലെയും
ഡോപ്പിംഗ് യൂണിഫോം ഡോപ്പിംഗ് ആണെങ്കിൽ നമുക്ക് ആ ഒരു ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ സ്റ്റെപ്പ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ ലീനിയർലി മീൻസ് ഗ്രാജുവലി ഇൻക്രീസിങ്. അപ്പോൾ എൻ റീജിയനിലോട്ടോ അല്ലെങ്കിൽ പി റീജിയനിലോട്ടോ നമ്മൾ ആ ഒരു ഡോപ്പിംഗ് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഷേപ്പ് ലീനിയറായിട്ട് ഉള്ള കേസിനെയാണ് നമ്മൾ ലീനിയർലി ഗ്രേഡഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ അബ്രപ്റ്റ് അല്ലെങ്കിൽ സ്റ്റെപ്പ് ഗ്രേഡഡ് പി എൻ ജംഗ്ഷനാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. സോ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ഫംഗ്ഷനാണ് ഇവിടെ നമ്മൾ പി എൻ ജംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്തേക്കുന്നത്. ദെൻ അതുപോലെ തന്നെ ടെമ്പറേച്ചർ ആൻഡ് ഡോപ്പിംഗ് are in such a way that the impurities are completely ionized. സോ ഒരു പ്രോപ്പർ ടെമ്പറേച്ചർ ആൻഡ് ഡോപ്പിങ്ങിലായിരിക്കും നമ്മളിത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജനറേഷൻ റീകോമ്പിനേഷൻ നമുക്ക് പറയാം there will not be any generation or recombination within the depletion region. സോ ഇങ്ങനെ കുറേ അസംഷൻസിലാണ് നമ്മളിത് ചെയ്യുന്നത് ഈ ഒരു ഡെറിവേഷൻ. സോ ഈ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷനാണ്. സോ ഇത് നമ്മൾ ലെക്ചർ 20 നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. സോ ആ 15B ക്വസ്റ്റ്യൻ ആണ്. 15B ഒരു പ്രോബ്ലമാണ്, പി എൻ ജംഗ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബോറോൺ ഈസ് ഇംപ്ലാന്റഡ് ഇൻ ടു ആൻ എൻ ടൈപ്പ് സിലിക്കൺ സാമ്പിൾ. സോ ഒരു പി എൻ ജംഗ്ഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തേക്കുവാണ്. സോ ആ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഒക്കെ തന്നിട്ടുണ്ട്, എൻ ഡി തന്നിട്ടുണ്ട്, എൻ എ തന്നിട്ടുണ്ട്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എൻ ഡി എൻ എ, ഈ വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്. ഒരു ഡയറക്റ്റ് കാൽക്കുലേഷൻ ആണ്. V0 W Q plus E0. V0 means barrier potential, W width of the depletion region, Q plus means the total charge, the total positive charge. നമ്മൾ ആ ഒരു ഡിപ്ലീഷൻ റീജിയൻ അക്രോസ് ഉള്ള ആ പോസിറ്റീവ് ചാർജ് വാല്യൂ ആണ് Q പ്ലസ്. ആൻഡ് E0 എന്ന് പറയുന്നത് ഡിപ്ലീഷൻ റീജിയൻ്റെ മിഡിൽ പോർഷൻ അല്ലെങ്കിൽ സെൻറ്ററിലുള്ള മാക്സിമം ഇലക്ട്രിക് ഫീൽഡ്. ഈ ഡെറിവേഷൻസ് എല്ലാം നമ്മൾ ചെയ്തതാണ്. V0 ഡെറൈവ് ചെയ്യുന്നതും എല്ലാ ഡെറിവേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. V0യുടെ എക്സ്പ്രഷൻ ഡയറക്റ്റ് ഇക്വേഷൻസ് ആണിത്. V0 ഈസ് ഈക്വൽ ടു KT by Q ln Na Nd by Ni square. സോ ഈ കോണ്ടാക്ട് പൊട്ടൻഷ്യൽ ഇക്വേഷൻ V0 ഈസ് ഈക്വൽ ടു KT by Q ln Na Nd by Ni square. സോ ഇക്വേഷൻ ഡയറക്റ്റ്ലി യൂസ് ചെയ്ത് നമുക്ക് V0യുടെ വാല്യൂറ്റ് ചെയ്യാം. KT by Q നമ്മൾ പഠിച്ചിട്ടുണ്ട്. 300 കെൽവിനിലെ KT by Qൻ്റെ വാല്യൂ 0.026 ആണ്. 300 കെൽവിൻ റൂം ടെമ്പറേച്ചറിൽ 0.026 വോൾട്ട് ആണ്. സോ ഈ വാല്യൂ ആണ് ഇവിടെ നമ്മൾ ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് വാല്യൂ വിൽ ബി 0.026 നാച്ചുറൽ ലോഗരിതം ഓഫ് Na. Na ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 4 into 10 raised to 18 into Nd. Ndയുടെ വാല്യൂ 10 raised to 16 ഡിവൈഡഡ് ബൈ Ni സ്ക്വയർ. Ni ഇവിടെ ഒരു സിലിക്കൺ സാമ്പിൾ ആണ്, സിലിക്കൺ സെമി കണ്ടക്ടർ ആണ്. സിലിക്കൺ സെമി കണ്ടക്ടറിൻ്റെ ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ നമുക്കറിയാം 300 കെൽവിനിൽ. അതിൻ്റെ വാല്യൂ 1.5 into 10 raised to 10 ആണ് Nയുടെ വാല്യൂ, അതിൻ്റെ സ്ക്വയർ. സോ ഈ വാല്യൂ ഡയറക്റ്റ്ലി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. സോ ഇത് സോൾവ് ചെയ്യുക. 0.853 വോൾട്ടാണ് യൂണിറ്റ് V0. സോ 0.853 വോൾട്ടിൽ നമുക്ക് ബാരിയർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ കോണ്ടാക്ട് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കിട്ടും. സോ അതൊരു ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ദെൻ സെക്കൻഡ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ വിഡ്ത്ത്. ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് ആണ്. W എന്ന് ഉദ്ദേശിക്കുന്നത് വിഡ്ത്ത് ആണ്. ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് W ഈക്വൽ ടു root of 2 epsilon by Q into V0 into Na plus Nd by Na Nd. So 2 epsilon V0 by Q into 1 by Na plus 1 by Nd, അല്ലെങ്കിൽ നമുക്ക് Na plus Nd by Na Nd. ഈ ഇക്വേഷൻ ഡയറക്റ്റ്ലി യൂസ് ചെയ്ത് നമുക്ക് ഇത് സോൾവ് ചെയ്യാം. V0 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 0.853. ഈ എപ്സിലോൺ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ആണ്. സോ
ഈ എപ്സിലോണിൻ്റെ വാല്യൂ നമുക്കറിയാം. എപ്സിലോൺ പെർമിറ്റിവിറ്റി മീൻസ് എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ. സോ എപ്സിലോൺ 0യുടെ വാല്യൂ, അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റിയുടെ വാല്യൂ 8.85 ഇൻറ്റു 10⁻⁻14 ഇൻറ്റു എപ്സിലോൺ ആറിൻ്റെ വാല്യൂ സിലിക്കണിൻ്റെ കേസിൽ അത് 11.8 ആണ്. സിലിക്കണിൻ്റെ എപ്സിലോൺ ആർ വാല്യൂ 11.8 ആണ്. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തരില്ല, നമ്മളത് പഠിച്ചു വെക്കണം. സോ ഈ വാല്യൂ ആണ് നമ്മൾ എപ്സിലോണിന് പകരം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ റൂട്ട് ഓഫ് 2 ഇൻറ്റു എപ്സിലോൺ ഈസ് 8.854 ഇൻറ്റു 11.8 ബൈ ഇൻറ്റു V0 നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്തു. പോയിന്റ്, സോ ദിസ് ഈസ് 0.853. So by Q is 1.6 charge of electron 10⁻⁻19. 1.6 into 10⁻⁻19. Na plus Nd by NaNd. Na is given in the question. Na യുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 4 into 10⁻18 ആണ്. Nd 10⁻16 ആണ്. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് Na is 4 into 10⁻18. Na plus Nd is 10⁻16 the whole divided by Na plus Nd by NaNd, that is 4 into 10⁻18 into 10⁻16. സോ ഇത് എല്ലാം റൂട്ടിനകത്താണ്. സോ ഈ വാല്യൂസ് നമ്മൾ ഡയറക്റ്റ്ലി അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ നമുക്ക് എക്സ്പ്രഷൻ അറിയാമെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. സോ ഇത് സോൾവ് ചെയ്യുക. സോ ഈ റൂട്ട് വാല്യൂ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 3.34 ഇൻറ്റു 10⁻⁻5 സെൻറ്റിമീറ്റർ. യൂണിറ്റ് സെൻറ്റിമീറ്റർ ആയിരിക്കും. അവിടെ കൺവേർട്ട് ഒന്നും ചെയ്യേണ്ട. നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ വിഡ്ത്ത് നമുക്ക് സെൻറ്റിമീറ്ററിലായിരിക്കാം, അല്ലെങ്കിൽ നമുക്കതിനെ മൈക്രോമീറ്ററിലോ ഒക്കെ എക്സ്പ്രസ് ചെയ്യാം. സോ ഇതാണ് നമുക്ക് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ. നെക്സ്റ്റ് ചോദിച്ചേക്കുന്നത് Q പ്ലസ് ആണ്. Q പ്ലസ് the total positive charge on the PN junction on the depletion side. So നമുക്ക് Q പ്ലസിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. Q ഇൻറ്റു A ഇൻറ്റു XN0 ഇൻറ്റു ND. സോ Q മൈനസ് ആണെങ്കിൽ മൈനസ് Q ഇൻറ്റു A ഇൻറ്റു XP0 ഇൻറ്റു NA. സോ Q പ്ലസും Q മൈനസും രണ്ടും ചോദിക്കാം. അവിടെ Q മൈനസ് ചോദിക്കുവാണെങ്കിൽ XP0 ഇൻറ്റു NA. Q പ്ലസ് ആണ് ചോദിക്കുന്നതെങ്കിൽ QA ഇൻറ്റു XN0 ഇൻറ്റു ND. ഈ എക്സ്പ്രഷനാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് XN0യുടെ വാല്യൂ അറിയില്ല. സോ നമ്മൾ അതും പഠിച്ചു വെക്കണം. XN0യും XP0യും നമ്മൾ അറിഞ്ഞിരിക്കണം. XN0യുടെ എക്സ്പ്രഷൻ നമ്മൾ ആ ഡെറിവേഷനകത്ത് പഠിച്ചതാണ്. W ഇൻറ്റു NA ബൈ NA പ്ലസ് ND. സോ ഈ ഒരു ഡെറിവേഷൻ, സോ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത്, കോണ്ടാക്ട് പൊട്ടൻഷ്യൽ, ഈ ഡെറിവേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് പ്രീവിയസ് ലെക്ചേഴ്സിൽ. സോ അത് ഡെറൈവ് ചെയ്ത് പഠിച്ചിട്ട് ഈ എക്സ്പ്രഷൻസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. സോ XN0 is equal to W into NA by NA plus ND. തെറ്റിപ്പോകരുത്, ND അല്ല, W into NA by NA plus ND. സോ ഡബ്ല്യുവിൻ്റെ വാല്യൂ നമ്മൾ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. NA NDയുടെ വാല്യൂസ് എല്ലാം ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് XN0 ഡയറക്റ്റ്ലി കിട്ടും. സോ XN0യുടെ വാല്യൂ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 3.33 ഇൻറ്റു 10⁻⁻5 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് XN0 കിട്ടും. ഈ XN0യുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 1.6 ഇൻറ്റു 10⁻⁻19 Q വാല്യൂ ഈസ് ദിസ് വൺ. ഏരിയ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഏരിയ ഈസ് ഗിവൺ ആസ് 2 ഇൻറ്റു 10⁻⁻3. സോ ഇറ്റ് ഈസ് 2 ഇൻറ്റു 10⁻⁻3 into XN0 is 3.33 into 10⁻⁻5 into ND. ND ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 10⁻16 എന്ന്. സോ ഡയറക്റ്റ്ലി ഇത് സോൾവ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ ആൻസർ ഈസ് 1.07 ഇൻറ്റു 10⁻⁻26 കൂളം. സോ ഇതാണ് Q പ്ലസിൻ്റെ വാല്യൂ. സോ നമ്മൾ V0 കണ്ടുപിടിച്ചു, വിഡ്ത്ത് കണ്ടുപിടിച്ചു, Q പ്ലസ് കണ്ടുപിടിച്ചു. നമുക്കിനി ഒരു വാല്യൂ കൂടെ കണ്ടുപിടിക്കാനുണ്ട്. ദാറ്റ് ഈസ് E0, ദ മാക്സിമം വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. സോ ആ ഡിപ്ലീഷൻ റീജിയൻ്റെ മിഡിൽ പോയിന്റ്. സോ ദിസ് ഈസ് ദ ഡിപ്ലീഷൻ റീജിയൻ. ഇവിടെ
മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് സെൻറ്റർ ഓഫ് ഡിപ്ലീഷൻ റീജിയൻ ആണ്. സോ ഈ E0യുടെ വാല്യൂ ആണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. E0യുടെ വാല്യൂ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാക്സിമം വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ദാറ്റ് ഈസ് -Q/ε ഇൻറ്റു xn0 ഇൻറ്റു ND. ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്, -Q/ε0 xp0 ഇൻറ്റു NA. ഏത് റിലേഷൻ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാനിവിടെ ചൂസ് ചെയ്തേക്കുന്നത് -Q/ε xn0 ഇൻറ്റു ND ഓർ -Q/ε xp0 ഇൻറ്റു NA. സെയിം റിലേഷൻസ് യൂസ് ചെയ്യാം, സെയിം ആൻസർ ആയിരിക്കും. സോ ദിസ് ഈസ് -1.6 ഇൻറ്റു 10⁻⁻19 ബൈ എപ്സിലോൺ ഈസ് അഗെയിൻ പെർമിറ്റിവിറ്റി ആണ്. സിലിക്കൺ സെമി കണ്ടക്ടർ ആയതുകൊണ്ട് അതിൻ്റെ വാല്യൂ 8.854 ഇൻറ്റു 10⁻⁻14. ദിസ് ഈസ് ε0 ഇൻറ്റു എപ്സിലോൺ R ഈസ് 11.8 ഇൻറ്റു xn0യുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് 3.33 ഇൻറ്റു 10⁻⁻5 ഇൻറ്റു NDയുടെ വാല്യൂ 1/10⁻16. സോ എല്ലാം നമുക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ദ ആൻസർ വിൽ ബി -5.09 ഇൻറ്റു 10⁻4 വോൾട്ട് പെർ സെൻറ്റിമീറ്റർ. യൂണിറ്റ് ഈസ് വോൾട്ട് പെർ സെൻറ്റിമീറ്റർ. ഇതായിരിക്കും മാക്സിമം ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ. സോ ഇത്രയും കാര്യങ്ങളാണ് ഡയറക്റ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ 15A and B നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ 16 ക്വസ്റ്റ്യൻ ആണ് 16th ക്വസ്റ്റ്യൻ മോഡ്യൂൾ 3യിലെ 16th ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മോഡ്യൂൾ 3 ആണ്. സോ മോഡ്യൂൾ 3യിലെ 16th ക്വസ്റ്റ്യൻ. With the aid of energy band diagrams, explain how a metal n-type Schottky contact function as rectifying and ohmic contacts. So rectifying and ohmic contacts ആയിട്ട് നമ്മുടെ മെറ്റൽ എൻ ടൈപ്പ് ഷോർട്ട്കി കോണ്ടാക്ട് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് ഡീറ്റെയിൽ ആയിട്ട് ബാൻഡ് ഡയഗ്രം വെച്ചിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു. നമ്മുടെ ലെക്ചർ 21 നമ്മൾ ഇത് പഠിച്ചതാണ്, ലെക്ചർ 21. സോ ഇവിടെ രണ്ടും ചോദിച്ചിട്ടുണ്ട്. മെറ്റൽ എൻ ടൈപ്പ് ഷോർട്ട്കിയും ചോദിച്ചിട്ടുണ്ട്, മെറ്റൽ എൻ ടൈപ്പ് ഓമിക് കോണ്ടാക്ട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇത് നമ്മൾ പഠിച്ചപ്പോൾ മെറ്റൽ എൻ ടൈപ്പ്, സോ ഇത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. സോ ഒരെണ്ണം നമുക്കറിയാമെങ്കിൽ ബാക്കി ഒരു 4 കേസസ് നമുക്ക് എഴുതാൻ പറ്റും. സോ ഇഫ് ദ റിലേറ്റീവ് വർക്ക് ഫംഗ്ഷൻ ദാറ്റ് ഈസ് Q∅m ഗ്രേറ്റർ ദാൻ Q∅s. സോ ഇതാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന കണ്ടീഷൻ എങ്കിൽ Q∅m ഗ്രേറ്റർ ദാൻ Q∅s. സെക്കൻഡ് കണ്ടീഷൻ ഈസ് Q∅m ലെസ് ദാൻ Q∅s. സോ ഈ രണ്ട് വർക്ക് ഫംഗ്ഷൻ കണ്ടീഷനാണ്. മെറ്റലിൻ്റെ വർക്ക് ഫംഗ്ഷൻ ദാറ്റ് ഈസ് Q∅m ഗ്രേറ്റർ ദാൻ സെമി കണ്ടക്ടറിൻ്റെ വർക്ക് ഫംഗ്ഷൻ. സോ ഇത് ഇലക്ട്രോൺ വോൾട്ടിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതാണ് Q∅m എഴുതിയിരിക്കുന്നത്. സോ Q∅m ഗ്രേറ്റർ ദാൻ Q∅s ആണ് രണ്ടാമത്തെ കണ്ടീഷൻ. Q∅m ലെസ് ദാൻ Q∅s. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത് മെറ്റൽ എൻ ടൈപ്പ് ആണ് സെമി കണ്ടക്ടർ എങ്കിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ, റിലേറ്റീവ് വർക്ക് ഫംഗ്ഷൻ ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു ഷോർട്ട്കി കോണ്ടാക്റ്റ് ആയിരിക്കും, ഷോർട്ട്കി ഓർ റെക്ടിഫൈങ് കോണ്ടാക്ട്. സോ ഷോർട്ട്കി അല്ലെങ്കിൽ നമുക്കതിനെ റെക്ടിഫൈങ് കോണ്ടാക്ട് എന്ന് നമുക്ക് പറയാം. അതല്ല കണ്ടീഷൻ എങ്കിൽ, മെറ്റൽ എൻ ടൈപ്പ് ഈ കണ്ടീഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊരു ഓമിക് കോണ്ടാക്ട് ആയിരിക്കും. ദെൻ സിമിലർലി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് മെറ്റൽ പി ടൈപ്പ് ആണെങ്കിൽ ഈ കണ്ടീഷൻസ് റിവേഴ്സ് ചെയ്യും. ദാറ്റ് ഈസ് Q∅m ഗ്രേറ്റർ ദാൻ Q∅s നമുക്ക് കിട്ടുന്നത് ഓമിക് ആയിരിക്കും. ദെൻ Q∅m ലെസ് ദാൻ Q∅s നമുക്ക് കിട്ടുന്നത് ഷോർട്ട്കി ആയിരിക്കും. ഷോർട്ട്കി ആണ് നമ്മൾ റെക്ടിഫൈങ് കോണ്ടാക്ട്സ് എന്ന് പറയുന്നത്. നോൺ റെക്ടിഫൈങ് കോണ്ടാക്ട്സ് അല്ലെങ്കിൽ ഓമിക് കോണ്ടാക്ട്സ് ആണ് ഇത്. സോ ഈ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട്, അപ്പോൾ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 4 കേസസ് നമുക്ക് എഴുതാൻ പറ്റും. സോ ഇതെല്ലാം നമ്മൾ എനർജി ബാൻഡ് ഡയഗ്രം വരയ്ക്കുന്നതിൻ്റെ ഓരോ സ്റ്റെപ്സും നമ്മൾ ലെക്ചർ 21 ഡിസ്കസ് ചെയ്തതാണ്. സോ ഇതൊരു 14 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. സോ മെറ്റൽ എൻ ടൈപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ 2 കേസസും ഷോർട്ട്കിയും ഓമിക്കും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ അത് ആ ഒരു വീഡിയോ കണ്ട് ഓരോ സ്റ്റെപ്സും നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ഇത്രയാണ് നമ്മൾ മോഡ്യൂൾ 3 ബേസ് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ള
questions, 15A, B and 16. So വീഡിയോ ഈ ലെക്ചർ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഈ ഒരു സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസിൻ്റെ ലെക്ചർ സീരീസ് കഴിയുമ്പോൾ തന്നെ നമുക്ക് നെക്സ്റ്റ് സെമ്മിലെ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം വീഡിയോ ലെക്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പം ഇതിൻ്റെ ഒരു ഇക്വേഷൻസ് ഓരോ മോഡ്യൂൾ വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഇക്വേഷൻസിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് ലാസ്റ്റ്. സോ ഒരു 2 ലെക്ചേഴ്സും കൂടെ നമുക്ക് ഇനി മോഡ്യൂൾ 4ഉം മോഡ്യൂൾ 5ഉം കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഇക്വേഷൻസിൻ്റെ ഓരോ മോഡ്യൂൾ വൈസിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ്, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇക്വേഷൻസിൻ്റെ ഒരു വീഡിയോയും കൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉടനെ നെക്സ്റ്റ് സബ്ജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.